ഫാത്തിമാ ബീവി ഓടി വന്ന് ചെറ്റക്കുടിലിന്റെ വാതിലിന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, പറ്റൂല്ല, വാതിൽ തുറക്കൂല്ല. എന്റെ ഉപ്പാന്, എന്റെ ഹബീബിന് സംസാരിക്കാൻ കഴിയുന്നില്ല, വേദനയോടെ കിടക്കുകയാണ്. എന്റെ റസൂലുള്ളാഹിക്ക് വേദന കൊണ്ട് ആയിഷാ ബീവി വെള്ളം നനച്ച കൈകൊണ്ട് നെറ്റിത്തടത്ത് തടവിക്കൊടുക്കാട്. അതുകൊണ്ട് ആരാണെങ്കിലും മടങ്ങിപ്പോയ്ക്കോ. രണ്ടാമതും സലാം കേൾക്കുന്നു, അസ്സലാമു അലൈക യാ അഹ്ല ബൈത്തുൻ നുബുവ്വ. രണ്ടാമത് സലാം കേട്ടപ്പോൾ റസൂലുള്ളാഹിക്ക് ആളെ മനസ്സിലായി. ഫാത്തിമാ ബീവി കയറ്റി വിടുന്നില്ല, ആരാണെങ്കിലും പൊയ്ക്കോ, എന്റെ ഹബീബിനെ കാണാൻ പറ്റൂല. റസൂലുള്ള ഇത്രയും വേദനിച്ചത് ഞങ്ങൾ കണ്ടിട്ടില്ല, ഇത്രയും പ്രയാസപ്പെട്ട രംഗമുണ്ടായിട്ടില്ല, അതുകൊണ്ട് മടങ്ങിപ്പോയ്ക്കോ. മൂന്നാമത് സലാം പറയുന്നു, അസ്സലാമു അലൈക യാ അഹ്ല ബൈത്തിൻ നുബുവ്വ. മൂന്നാമത്തെ സലാം കേട്ടപ്പോൾ അള്ളാന്റെ റസൂല് പറഞ്ഞു, ഇഫ്തഹിൽ ബാബ യാ ഫാത്തിമ, വാതിൽ തുറന്നു കൊടുക്കൂ മോളെ ഫാത്തിമ, വാതിൽ തുറക്ക്. അത് എന്നെ കാണാൻ വേണ്ടി വന്നയാളാണ്. ആരാണെന്ന് ചോദിക്കുമ്പോൾ അള്ളാന്റെ റസൂല് പറയുന്നു, വഹുവ അസ്റായീൽ, ഖദ് ജാ അസ്റായീൽ ഖാല ലി അഹ്മദി വല്ലാഹു യുഖ്രിയുക അസ്സലാമുൽ ഔഫറാ. ലോകത്ത് ഒരു ശരീരത്തിന്റെ റൂഹ് പിടിക്കുമ്പോഴും അസ്റായീൽ ഇങ്ങനെ പതറിയിട്ടില്ല. ലോകത്തിൽ എത്രയോ ഈമാനുള്ളവരുടെയും എത്രയോ തന്റേടികളുടെയും എത്രയോ ശക്തന്മാരുടെയും റൂഹ് പുല്ലുപോലെ പിടിച്ചുകൊണ്ടുപോരാ ഖാബിലുൽ അർവാഹ് മലക്ക് അസ്റായീൽ സ്വലാത്തു വസ്സലാം ഇതുപോലെ പതറിയിട്ടില്ല. വന്ന് നിന്നുകൊണ്ട് പൊന്നാര നബിതങ്ങളുടെ അടുത്തേക്ക് വന്നിട്ട് പറയുന്നു, നബിയേ, ഒന്നെങ്കിൽ നിങ്ങളെ കണ്ട് സുഖവിവരം അന്വേഷിച്ച് ഞാൻ മടങ്ങിപ്പോയിക്കോളാം, നിങ്ങൾ അനുവദിക്കുകയാണെങ്കിൽ നബിയേ അവിടുത്തെ റൂഹ് പിടിച്ചു കൊണ്ടുപോയേക്കാം. വലോകാന തിദ്ദുനിയാ തദുമു ലിവാഹിദി ലകാന റസൂലുള്ളാഹി ഫിഹാ മുഖല്ലദാ. ലോകത്ത് പടച്ച ആരും തന്നെ നിത്യമായി ദുനിയാവിൽ പടച്ച തമ്പുരാൻ ജീവൻ കൊടുക്കൂല. അങ്ങനെ കൊടുത്തിരുന്നു എങ്കിൽ ലകാന റസൂലുള്ളാഹ്, ഞങ്ങളുടെ ഹബീബില്ലേ, അല്ലാഹു എങ്ങനെയാണോ അങ്ങനെ അള്ളാന്റെ മുമ്പ് കൊണ്ടുപോയി ആ മുത്തു നബിക്കല്ലാതെ പടച്ച തമ്പുരാൻ അല്ലാഹു കാണിച്ചു കൊടുത്തിട്ടുണ്ടോ? ആ റസൂലുള്ള ജീവിച്ചിരിക്കുമായിരുന്നു. പക്ഷേ ഇവിടെ പിരിയാൻ പോവാണ്. മടിയിലേക്ക് തലവെച്ചുകൊണ്ട് അല്ലാഹുവിന്റെ ഹബീബ് എല്ലാ സൗകര്യങ്ങളും എല്ലാ സമ്മതങ്ങളും അസ്റായീലിന് കൊടുത്തപ്പോൾ അതുവരെ പിടിച്ചു നിന്ന ഫാത്തിമാ ബീവി റളിയല്ലാഹു അൻഹ തേങ്ങലടക്കാനാകാതെ വാ ഖർബാ വിളിച്ചു. പ്രമുഖരായ പല സഹാബിമാരും അവിടെയില്ല. എല്ലാവരും റസൂലുള്ളാഹിക്ക് ആഫിയത്ത് തിരിച്ചു കിട്ടിയല്ലോ എന്ന് പറഞ്ഞു മടങ്ങിപ്പോയിരിക്കുകയാണ്. അവിടെ വേറെ ആരുമില്ല. റസൂലുള്ളാഹിയുടെ മുമ്പിൽ നിന്നുകൊണ്ട് ആയിഷാ ബീവി റളിയല്ലാഹു അൻഹയോട് മുത്തുനബി പറയുന്നു, ആയിഷാ, ആറാക്കൊന്ന് ചവച്ചരച്ചിട്ട് എന്റെ വായിലേക്കൊന്ന് വെച്ചതാ ആയിഷാ. ആയിഷാ ബീവി റളിയല്ലാഹു അൻഹയുടെ മഹത്വം നിങ്ങൾ അറിയണേ സഹോദരിമാരെ. ആയിഷാ ബീവി റളിയല്ലാഹു അൻഹയുടെ പവർ എന്തെന്ന് നിങ്ങൾ മനസ്സിലാക്കണേ സഹോദരിമാരെ. അസ്റായീൽ റൂഹ് പിടിക്കുന്നതിന് മുമ്പ് അവസാനമായി മഹദിയുടെ ഉമിനീരല്ലേ റസൂലുള്ളാഹിയുടെ നാവിലേക്ക് അലിഞ്ഞു ചേർന്നത്. അവസാന സമയത്ത് റസൂലുള്ളാഹിയുടെ അറാക്ക് ചവച്ച് ആ ഉമിനീര് മുത്തുനബിയുടെ വായിൽ വെച്ചു കൊടുക്കാനുള്ള മഹാഭാഗ്യം ആയിഷാ ബീവി റളിയല്ലാഹു അൻഹയ്ക്ക് കിട്ടിയില്ലേ?
അങ്ങനെ റസൂലുള്ളാഹ് അതാ അവിടെ നിന്നുകൊണ്ട് അല്ലാഹുവിന്റെ ഹബീബ് അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് പറയുന്നു, ഖഫിഫ് യാ അസ്റായീൽ, അസ്റായീലേ ഒന്ന് പതുക്കെ ഒന്ന് നേർമയാക്കി പിടിക്കൂ അസ്റായീലേ, ഞാൻ കുറെ ദിവസങ്ങളായി വേദനയോടെ കിടന്നതാണ് അസ്റായീലേ. അസ്റായീൽ അലൈഹിസ്സലാം പറയുന്നു, നബിയേ ലോകത്തൊരാളുടെയും റൂഹ് ഇതേപോലെ പിടിച്ചിട്ടില്ല നബിയേ, ഇത്ര നേർമയായിട്ട് റൂഹ് പിടിക്കുന്നത് തങ്ങളുടെ റൂഹ് മാത്രമാണ്. ആ സമയത്ത് റസൂലുള്ള പറയുന്നു, എന്റെ ഉമ്മത്തിന്റെ റൂഹോ? അസ്റായീൽ പറഞ്ഞു, നബിയേ അത് വളരെ കഷ്ടമാണ് നബിയേ, അവരൊരുപാട് വേദന അനുഭവിക്കുമെന്ന് പറയുമ്പോൾ പ്രിയമുള്ളവരെ, പല പ്രഭാഷണത്തിലും നിങ്ങൾ കേട്ടതുപോലെ കേട്ടുകളയാനുള്ളതല്ല, റസൂലുള്ളാഹിയുടെ മനസ്സ് നോവുന്ന വാക്കാട്. അസ്റായീലേ എന്റെ സമുദായത്തിന്റെ റൂഹ് പിടിക്കുന്ന മുഴുവനും വേദന എന്റെ റൂഹ് പിടുത്തത്തിൽ തന്നോ, ഞാൻ സ്വീകരിച്ചുകൊള്ളാം. കേരളപുരത്ത് എന്റെ പേരിൽ സ്വലാത്തുമില്ലാത്ത പാവപ്പെട്ട സഹോദരിമാരുടെ റൂഹ് പിടിക്കുന്ന വേദന പോലും റസൂലുള്ളാഹിയുടെ പേര് പള്ളി വരാനെത്തി നിൽക്കുമ്പോ അതൊന്ന് ശ്രദ്ധിക്കാൻ പോലും നേരമില്ലാതെ സ്വറ പറയുമ്പോ, പാവപ്പെട്ട പെങ്ങളെ നിന്റെ റൂഹ് പോലും, ആ റൂഹിന്റെ വേദന പോലും റസൂലുള്ള ചോദിച്ചു വാങ്ങാട്. സംഭവം ലഹരി പദാർത്ഥങ്ങളും കള്ളും കഞ്ചാവും പെണ്ണും മണ്ണുമായി ലോകത്ത് കറങ്ങി നടക്കുന്ന യുവത്വമേ, ആ റസൂലുള്ള നിനക്ക് തന്ന സ്നേഹത്തിന്റെ ഒരു അംശമെങ്കിലും പകരം കൊടുക്കാൻ മോനെ നിനക്ക് കഴിഞ്ഞിട്ടുണ്ടോ? നിസ്കാരം കഴിഞ്ഞിറങ്ങിയാൽ പോക്കറ്റിൽ നിന്ന് കവർ പൊട്ടിച്ച് ചുണ്ടിനടിയിൽ വെച്ചിട്ട് ഒരു ഇളുപ്പും പാസാക്കിയിട്ട് നടന്നു പോകുന്നവര് നിന്റെ റസൂലുള്ള പഠിപ്പിച്ചതെങ്ങനെയാണോ? ലോകത്ത് അല്ലാഹുവിന്റെ ദീനിന്റെ പല ഭാഗത്താൽ ഇസ്ലാമിന്റെ ശത്രുക്കളും ആണിപ്പിളർന്നുകൊണ്ടിരിക്കുമ്പോൾ എന്റെ പ്രിയമുള്ളവര് അത് കണ്ടിട്ട് കയ്യും കെട്ടി നിന്ന് സ്വന്തം ജീവിതമാണ് വലുതെന്ന് പറയുന്നത് റസൂലുള്ള പഠിപ്പിച്ച പ്രേമത്തിന്റെ ശക്തിയാണോ? അവസാനം എന്റെ സമുദായത്തിന്റെ മുഴുവൻ പേരുടെ റൂഹ് പിടിക്കുന്നതിന്റെ നൊമ്പരമില്ലേ? ആ നൊമ്പരം മുഴുവനും എനിക്ക് തന്നോ, ഞാൻ അനുഭവിച്ചുകൊള്ളാം. നബി മുഹമ്മദ് മുസ്തഫ 3 സലാത്ത് റസൂലുള്ളാഹിയുടെ മഹബ്ബത്തിന് വേണ്ടി ചൊല്ലിക്കോ. സല്ലല്ലാഹു അലാ മുഹമ്മദ്.